സ്ത്രീകൾ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കേരളത്തിനകത്തായാലും പുറത്തായാലും ഞങ്ങൾ കരുതണം എന്ന് തോന്നിയ 3 കാര്യങ്ങൾ എന്തായിരിക്കും സാർ? ഇന്ന് മര്യാദയ്ക്ക് ബുദ്ധിപൂർവ്വം യാത്ര ചെയ്യുന്ന ഏത് പെൺകുട്ടിക്കും ഈ പറഞ്ഞ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ സമയവും കാലവും പരിസരവും ഒക്കെ നിരീക്ഷിക്കണമെന്ന് മാത്രം. ഒരു ഒരു കെട്ടുകാഴ്ചയായിട്ട് എല്ലാം മറന്നങ്ങ് പോകരുത്. കോമൺ സെൻസോടുകൂടി ചുറ്റുമൊക്കെ നിരീക്ഷിച്ച്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബോംബെയിലെ ധാരാവിൽ പാതിരാത്രിക്ക് തന്നെ ചെന്നിറങ്ങി നടക്കണം, ഒറ്റയ്ക്ക് നടക്കണമെന്ന് വാശി പിടിക്കരുത്. ധാരാവിൽ പോകേണ്ട സമയത്ത് പോവുക. ഹലോ മനുഷ്യ, നിങ്ങൾ കുറെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പേരിൽ സ്ത്രീകളെ എന്ത് വില കുറച്ച് കാണുമെന്നോ ചെയ്യുന്നേ? കെട്ടുകാഴ്ചയായിട്ട് നടക്കാതിരുന്നാ മതി എന്ന് സ്ത്രീ. ഇവിടെ ഞങ്ങളുടെ സ്ത്രീകൾ തോന്നിടത്തെല്ലാം പോകും. കെട്ടുകാഴ്ചയായിട്ട് ചിലപ്പോൾ ഇവിടെയൊക്കെ തുറന്നിടും, ചിലപ്പോൾ തുടയൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ ഷഡ്ഡിയിട്ടോണ്ട് പോകും. പെണ്ണിന് ഇഷ്ടമുള്ള പെണ്ണിനാലും ആണിലായാലും ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവിടെ സഞ്ചരിക്കാൻ പറ്റണം. കാവാലന്മാർ ഇപ്പൊ ഞങ്ങളെ വന്ന് പിടിക്കുമായിരിക്കും, ഞങ്ങൾ കിടന്ന് അലറും. എന്നാലും ഞങ്ങൾ കെട്ടുകാഴ്ചയായിട്ട് തന്നെ നടക്കും. അങ്ങനെയാണ് ഈ പറയുന്ന സന്തോഷ് ജോർജുകൾ. അങ്ങനെ 10-100 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് എന്തോ അറിയാം. സ്ത്രീകളും പുരുഷന്മാരും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതി നടക്കും. വേണമെങ്കിൽ അവന്മാർ മാറട്ടെ, കാപാലകന്മാർ മാറട്ടെ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ വസ്ത്രം, ഞങ്ങളുടെ കെട്ടുകാഴ്ച. ആരെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് അവന്മാർ അവകാശം. അല്ലല്ല, അവന്മാരകടാ, അങ്ങനെ വിചാരിക്കട്ടെ. അതല്ലേ ഹീറോയിസം. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ അൽത്താഫ് സൈനിങ് ഔട്ട്. ഇതൊരു സർക്കാസ്റ്റിക് പോസ്റ്റ് ആണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ ദേവി.